തിരുവനന്തപുരത്ത് നടക്കുന്ന SUCI ആശാ സമരം ഒത്തുതീർക്കുന്നതിനായി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെല്ലാം ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം സാംസ്കാരിക പ്രവർത്തകർ അയച്ചതായി വാർത്തകളെല്ലാം തന്നെ സജീവമായിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് പ്രതികരിക്കാനായി പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ നേതാവും ഈ സമ്മേളന പ്രതിനിധിയുമായ അശോകൻ ചെരുവിൽ നമ്മോടൊപ്പമുണ്ട്. ഇങ്ങനൊരു കത്ത് വളരെ വ്യാപകമായ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പല മാധ്യമങ്ങളിലും വലിയ വാർത്തയായി വരുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നാണ്? കത്തയച്ച സാംസ്കാരിക നായകന്മാരോട് എനിക്ക് വലിയ ആദരവുണ്ട്. കാരണം പാർട്ടി കോൺഗ്രസിനെ അവർ ഒരു പ്രധാനപ്പെട്ട വേദിയായി, രാജ്യത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒരു വേദിയായിട്ട് അവർ കണക്കാക്കുന്നു എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. ഈ ആശാസമരത്തെ സംബന്ധിച്ച് കേരളത്തിൽ ധാരാളം ചർച്ച നടന്നതാണ്. ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഇപ്പോൾ പ്രകടിപ്പിച്ച അഭ്യർത്ഥന ഒട്ടും പുതിയതല്ല. ധാരാളം ചർച്ച നടന്ന് പലപ്പോഴും അതിന് മറുപടി പറഞ്ഞ് കേരളത്തിൻ്റെ ഒരു ചർച്ചാ വിഷയമല്ലാതായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലിപ്പോൾ ഉദാഹരണമായിട്ട് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം വേതനം 700 രൂപയാക്കും എന്ന് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് വാസ്തവമല്ല എന്നൊക്കെ കേരളത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവർ വീണ്ടും അതെടുത്ത് പറയുന്നു. ഇവർ ആരെങ്കിലും ഈ ആദരണീയരായ സാംസ്കാരിക നായകന്മാർ ആരെങ്കിലും തയ്യാറാക്കിയ ഒരു പ്രസ്താവനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോ തയ്യാറാക്കി കൊടുത്തത് അവർ ഒപ്പുവെച്ചതാവാനാണ് സാധ്യത. അവരെ അംഗീകരിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം വാസ്തവമാണ്, ഈ ആശാസമരം ഇപ്പോൾ ഇന്ത്യയിൽ ആകമാനം ഇതുപോലുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ, അതായത് അസംഘടിത മേഖലയിൽ തൊഴിലാളികൾ, ആശാ വർക്കർമാർ, അംഗനവാടി വർക്കർമാർ, അതുപോലെ തന്നെ റെയിൽവേയിലും മറ്റുമൊക്കെ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കോൺട്രാക്ടർമാരുടെ കീഴിൽ പണിയെടുക്കുന്ന മറ്റു നരകയാതന അനുഭവിച്ചുകൊണ്ട് തൊഴിലാളികൾ, ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. ഇത് നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പ് കർഷക സമരം നടന്ന പോലെ തന്നെ ഇവരുടെ മേഖലയിൽ നിന്ന് അഖിലേന്ത്യാ വ്യാപകമായിട്ട് വമ്പിച്ച പ്രക്ഷോഭം രാജ്യവ്യാപകമായിട്ട് പൊട്ടിപ്പുറപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് മുന്നൊരുക്കമെന്നുള്ള രീതിയിൽ ആണ് തിരുവനന്തപുരത്ത് CITU നേതൃത്വത്തിലുള്ള സമരം ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഇപ്പോൾ ഈ മാസം 19-ാം തീയതി പൊതുപണിക്കും മുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു വലിയ സംഘടിത ശക്തിയാണ്. ഇന്ത്യയിൽ മൊത്തം എടുക്കുമ്പോൾ കേരളത്തേക്കാൾ വലിയ ദുരിതമാണ് മറ്റ് സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേന്ദ്ര സർക്കാരിന് വലിയ ഒരു ബുദ്ധിമുട്ടായി മാറും. ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു അടവ് എന്നുള്ള നിലയിൽ ആരംഭിച്ചതാണ് തിരുവനന്തപുരത്തെ ആശാസമരം. അതെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഈ സമരത്തിൻ്റെ കേന്ദ്രം, ഈ സമരത്തിൻ്റെ ശരിയായ ലക്ഷ്യകേന്ദ്രം കേരളമാക്കി മാറ്റുക, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക് അതിനെ വികേന്ദ്രീകരിച്ച് ശത്രുവിനെ രക്ഷപ്പെടുത്തുക. അതിനകത്ത് BJPക്കെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ ഒരു വരി പോലുമില്ല. അതാണ് അതായത് SUCI നമുക്കറിയാമല്ലോ. SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് ഉപയോഗിക്കുന്ന സംഘടനയാണ്, ശരിയാണ്. പക്ഷേ SUCI ചരിത്രത്തിൽ വഹിച്ചിട്ടുള്ള റോള് ഒട്ടുമിക്കവാറും ഭരണവർഗത്തിന് സഹായകരമായ നിലപാടുകളാണ്. ബംഗാളിൽ അവരെടുത്ത സമീപനം നമുക്കറിയാം. അതുകൊണ്ടുണ്ടായ ഫലം എന്താണെന്നൊക്കെ നമുക്കറിയാം. ആർക്കാണ് ഗുണമുണ്ടായതെന്നൊക്കെ അറിയാം. ഇന്ത്യ വ്യാപകമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും ഭരണവർഗത്തെയും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ തന്നെ രക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന സമീപനങ്ങളാണ്. വളരെയധികം നന്ദി.